ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാസ്ത എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തിളച്ച് കിട്ടും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാസ്ത ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ പാസ്തയുടെ പാക്കറ്റുമേ അതിൻ്റെ കുക്കിംഗ് ടൈമും കൂടി എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഒരു 10 to 12 മിനിറ്റ്സ് ആണ് ഇതും എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാസ്ത ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പാസ്ത നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ പാക്കറ്റുമുള്ള കുക്കിംഗ് ടൈം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാസ്ത അതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാസ്തയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 50 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കുക. അങ്ങനെ ഒരുപാട് സമയം വയ്ക്കൊന്നും വേണ്ട. നമ്മൾ ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് തിരുമ്മി വെച്ചാൽ മതി. ഇനി ഇത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ അതിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വെറുതെ വേവിച്ചെടുക്കാം. പക്ഷേ ബട്ടറിൽ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇടയിൽ ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ പാനിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആ പാൻ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും ഒഴിച്ചു കൊടുക്കുക. പിന്നെ വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി ഈ ബട്ടറും ഒലീവ് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ പാസ്ത സ്പൈസി അല്ല. അപ്പോൾ സ്പൈസി വേണമെന്നുള്ളവർക്ക് ഈ വെളുത്തുള്ളി ഇടുന്ന ടൈമിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോൾ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സബോളയുടെ പകുതി ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ സബോള നന്നായിട്ട് കുക്കായി വരും. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മൈദ നല്ലോണം കുക്കാവണം. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മൈദയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൈദ ഇട്ടതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് കുറുകി വരും. അപ്പോൾ അത് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഭയങ്കര തിക്കായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. പാസ്തയിലേക്ക് ഈ വൈറ്റ് സോസൊക്കെ പിടിക്കണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പാസ്തയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാസ്തയായിട്ട് മിക്സ് ചെയ്യുന്ന ആ സമയത്ത് ഈ വൈറ്റ് സോസ് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാസ്തയുടെ റെസിപ്പി. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ പാസ്ത. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പാസ്ത ഉണ്ടാക്കി കഴിയുമ്പോൾ എപ്പോഴും ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വൈറ്റ് സോസൊക്കെ കുറച്ചുകൂടി തിക്കാവും ഒന്ന് ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.